വലിയൊരു ലെഗസിയൊന്നും അവശേഷിപ്പിച്ചല്ല ഫ്രെഡറിക് ട്രംപ് മരിച്ചത്. ബ്രിട്ടീഷ് കൊളംബിയയിൽ വേശ്യാലയങ്ങൾ നടത്തി അല്പം പണമുണ്ടാക്കിയ ഒരു ജർമ്മൻ കുടിയേറ്റക്കാരൻ എന്ന് മാത്രമേ ഫ്രെഡറിക് ട്രംപ് ആളുകൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ ഫ്രെഡ് ട്രംപ്, അതായത് ഡൊണാൾഡ് ട്രംപിന്റെ പിതാവ്, അങ്ങനെയായിരുന്നില്ല. ട്രംപ് കുടുംബം പിന്നീട് എന്തൊക്കെ ആയിത്തീർന്നു, അതെല്ലാം ആരംഭിച്ചത് ഫ്രെഡ് ട്രംപിൽ നിന്നാണ്. കുടിലതയും പണത്തോടുള്ള അത്യാർത്തിയും മാത്രം നിറഞ്ഞ അയാളുടെ തലച്ചോറിൽ നിന്നാണ്. 4 മക്കളുണ്ടായിരുന്നെങ്കിലും ഫ്രെഡറിക് ട്രംപിന്റെ കാര്യഗൗരവമുള്ള മകൻ ഫ്രെഡ് ട്രംപ് ആയിരുന്നു. ചെറുപ്രായത്തിലെ തൊഴിലെടുക്കാൻ ഉത്സാഹിയായിരുന്നു ഫ്രെഡ് ട്രംപ്. ഫ്രെഡറിക് ട്രംപിന്റെ മരണശേഷം ഫ്രെഡും അമ്മയും ചേർന്ന് എലിസബത്ത് ട്രംപ് ആൻഡ് സൺ എന്ന പേരിൽ അച്ഛൻ്റെ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകൾ തുടർന്നു. റിയൽ എസ്റ്റേറ്റ് എന്താണെന്നോ ഈ കമ്പനി വെച്ച് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നോ അവർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് വാശിയുണ്ടായിരുന്നു. 14 മോർട്ട്ഗേജ് ലോണുകളുണ്ട് പിതാവിന്റെ പ്രോപ്പർട്ടികളിൽ. ലോണുകൾ മുടങ്ങി അതിലൊന്നുപോലും ജപ്തി ചെയ്തു കൊണ്ടുപോകാൻ ഇടവരരുത് എന്ന് മാത്രം. കാർപ്പൻ്ററായും ട്യൂഷൻ ടീച്ചറായും ഡിഷ് വാഷറായും പ്രാദേശിക പത്രലേഖകനായും ഒക്കെ ഫ്രെഡ് അധിക സമയം ജോലി ചെയ്ത് പിതാവിന്റെ വസ്തുവകകൾ ജപ്തി ചെയ്യാതെ നോക്കി. ജോലിക്കിടെ പഠിച്ച് സ്പെഷ്യലൈസ്ഡ് കാർപ്പൻട്രിയിൽ ബിരുദം നേടി. അതായത് ട്രംപിന്റെ പിതാവ് നല്ലൊരു ആശാരിയായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇതൊന്നും അംഗീകരിക്കില്ല. അച്ഛൻ ജനിച്ചപ്പോഴേ റിയൽ എസ്റ്റേറ്റ് ടൈക്കൂൺ ആയിരുന്നു എന്നാണ് പൊങ്ങച്ച സഞ്ചിയായ ഡൊണാൾഡ് ട്രംപ് തന്റെ ആത്മകഥയിൽ പോലും വിശേഷിപ്പിച്ചിരിക്കുന്നത്. 1923 ജനുവരിയിൽ മരപ്പണിയിൽ ബിരുദം നേടിയ ശേഷം ട്രംപ് നിർമ്മാണ സ്ഥലങ്ങളിലേക്ക് തടിയെത്തിക്കുന്ന കരാറുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. ട്രംപിന് പ്രായപൂർത്തിയാകുന്നതുവരെ, അതായത് 21 വയസ്സ് തികയുന്നതുവരെ ഫ്രെഡിന്റെ മാതാവ് എലിസബത്ത് തന്നെയാണ് കെട്ടിടങ്ങളിലെ വാടക പിരിച്ചിരുന്നതും അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നതും. 1924 21 വയസ്സ് തികഞ്ഞ ഫ്രെഡ് ട്രംപ് തന്റെ ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് സംരംഭം ഏറ്റെടുത്തു. $800 മാത്രം ചിലവ് വരുന്ന ഒരു ചെറിയ വീട് പണിത് നൽകി. വിറ്റത് $1400. ഈ ലാഭം ഫ്രെഡ് ട്രംപിനെ പ്രലോഭിപ്പിച്ചു. അച്ഛന്റെ വഴി പിന്തുടരാനും ഒരു മുഴുവൻ സമയ ബിൽഡർ ആവാനും ഫ്രെഡ് ഒരുങ്ങിയിറങ്ങി. 1926 ഫ്രെഡ് ട്രംപ് അടുത്ത സംരംഭം ആരംഭിച്ചു. ക്വീൻസിലെ ഹോളിസിൽ 19 വീടുകൾ കൂടി നിർമ്മിക്കാനായിരുന്നു പദ്ധതി. പക്ഷേ പണി പാതിയിൽ നൽകിയ പണം തീർന്നു. പ്രത്യേകിച്ച് പശ്ചാത്തലമില്ലാത്ത ഫ്രെഡിനെ സഹായിക്കാൻ ബാങ്കുകളും മുന്നോട്ട് വന്നില്ല. ഒടുക്കം പണി പൂർത്തിയാവും മുമ്പ് 19 വീടുകളും മറ്റൊരു ബിൽഡർക്ക് വിൽക്കേണ്ടി വന്നു. ഇതിനിടെ വ്യക്തിപരമായ ഒരു തിരിച്ചടി കൂടി ഫ്രെഡിന് ലഭിക്കുന്നുണ്ട്. അമേരിക്കയിലെ വെള്ളക്കാരുടെ മൗലികവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ കുറ്റകൃത്യങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ കുറ്റമുക്തനാക്കപ്പെടുകയായിരുന്നു. റിയൽ എസ്റ്റേറ്റിൽ തനിക്ക് ആദ്യമുണ്ടായ വിജയം ആവർത്തിക്കുന്നതിന് ഫ്രെഡ് പല പണിയും പയറ്റി. ഒടുവിൽ അത് സംഭവിക്കുകയും ചെയ്തു. 1933 ട്രംപ് ക്വീൻസിലെ വുഡ് ഹാവനിൽ ന്യൂയോർക്ക് നഗരത്തിലെ ആദ്യത്തെ ആധുനിക സൂപ്പർ മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥാപനം ആരംഭിക്കുന്നു. ട്രംപ് മാർക്കറ്റ് എന്നാണ് അതിന് പേരിട്ടത്. ലോങ് ഐലൻഡിലെ കിങ് കുള്ളൻ എന്ന സ്വയം സേവന സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചത്. ട്രംപിന്റെ സ്റ്റോറിന്റെ മുദ്രാവാക്യം സേവ് യുവർ സെൽഫ് ആൻഡ് സേവ് എന്നതായിരുന്നു. ലാഭവും ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യവും സമ്മേളിച്ച സ്ഥാപനം വലിയ വിജയമായി. സ്റ്റോർ തുടങ്ങി 6 മാസത്തിന് ശേഷം ട്രംപ് അത് കിങ് കുള്ളന് തന്നെ വൻ ലാഭത്തിൽ വിറ്റു. ഒരു അവികസിത പ്രദേശത്ത് ചെല്ലുക, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റോ ഹോട്ടലോ തുടങ്ങി കുറച്ചു കാലം നടത്തി വലിയ വിജയമാക്കുക, അത് ഇരട്ടി വിലയ്ക്ക് വിൽക്കുക. ഈ ബിസിനസ് തന്ത്രം ഫ്രെഡിനെ നന്നായി ബോധിച്ചു. രണ്ടാമത്തെ ബ്രേക്ക് ത്രൂ അധികം വൈകിയില്ല. 1934 ട്രംപും ഒരു പങ്കാളിയും ചേർന്ന് ബ്രൂക്ലിനിലെ ജെ ലെഹ്റൻ ക്രൗസ് കോർപ്പറേഷന്റെ മോർട്ട്ഗേജ് സർവീസിംഗ് സബ്സിഡിയറി സ്വന്തമാക്കി. നിരവധി ഹോം ലോണുകൾ സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനമായിരുന്നു അത്. പാപ്പരായ ആ കമ്പനി വിൽക്കാൻ വെച്ചപ്പോൾ ട്രംപ് ചെന്ന് വാങ്ങുകയായിരുന്നു. ഇതോടെ ട്രംപിന് ജപ്തിയിലേക്ക് അടുക്കുന്ന നിരവധി സ്വത്തുക്കളുടെ അവകാശം ലഭിച്ചു. അവയെല്ലാം അദ്ദേഹം സ്വന്തം പേരിലാക്കി വീടുകൾ നിർമ്മിച്ച് വലിയ ലാഭത്തിൽ വിറ്റു. ഈ സംരംഭത്തോടെ ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും വിജയകരമായ ബിസിനസ്സുകാരിൽ ഒരാളായി ഫ്രെഡ് ട്രംപിന് പെട്ടെന്ന് പ്രശസ്തി നേടിക്കൊടുത്തു. ഫ്രെഡിന്റെ പിതാവ് ഫ്രെഡറിക് ട്രംപിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അധികാര കേന്ദ്രവുമായി അടുത്തു നിന്നാൽ പണമുണ്ടാക്കാനുള്ള വഴികൾ തനിയെ തുറന്നു വരുമെന്ന സൂത്രം. അത് ഫ്രെഡ് ട്രംപ് സമർത്ഥമായി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 1934 തന്നെ 3ാമത്തെ മലങ്കോള് ഫ്രെഡ് ട്രംപിന് ലഭിക്കുന്നത്. അമേരിക്കയിൽ ആ വർഷം നാഷണൽ ഹൗസിംഗ് ആക്ട് നടപ്പിലായത്. വീടില്ലാത്ത സാധാരണക്കാർക്ക് ചെറിയ വിലയിൽ സർക്കാർ തന്നെ അപ്പാർട്ട്മെന്റുകൾ വിൽക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന FHA ആയിരുന്നു പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലക്കാർ. ഇത് തനിക്ക് മികച്ച അവസരമാണെന്ന് ഫ്രെഡ് ട്രംപ് മനസ്സിൽ കണ്ടു. അദ്ദേഹം ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ചാക്കിട്ടു. അവർക്ക് പണവും പാരിതോഷികങ്ങളും വാരിക്കോരി നൽകി. അങ്ങനെ ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ സാധാരണക്കാർക്കായുള്ള വീടുകൾ നിർമ്മിക്കാൻ സ്ഥിരമായി ഫ്രെഡ് ട്രംപിന് കരാറുകൾ നൽകാൻ തുടങ്ങി. FHAയുടെ പാർപ്പിട സബ്സിഡികളും ട്രംപിന് അവർ വാരിക്കോരി നൽകി. അതായത് ഫ്രെഡ് തന്റെ വസ്തുവിൽ വീടുകൾ ഉണ്ടാക്കും. ഈ വീടുകൾ ഉണ്ടാക്കാനുള്ള തുകയുടെ 60% വരെ ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ സബ്സിഡിയായി ട്രംപിന് നൽകും. അവസാനം വീട് പണി പൂർത്തിയാകുമ്പോൾ ട്രംപ് തനിക്ക് തോന്നിയ മാർക്കറ്റ് വിലയ്ക്ക് വീടുകൾ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷന് തന്നെ തിരിച്ചു വിൽക്കും. ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷൻ അത് അതിലും വളരെ ചെറിയ വിലയ്ക്ക് പാവങ്ങൾക്ക് നൽകും. അതായത് സർക്കാരിന് 2 തവണയാണ് നഷ്ടം നേരിടുക. ഒന്ന്, വീട് പണിയാനുള്ള തുകയുടെ പകുതിയിൽ കൂടുതൽ ട്രംപിന് നൽകുകയും വേണം. അയാൾ പറയുന്ന തുകയ്ക്ക് വീടുകൾ തിരിച്ചു വാങ്ങുകയും വേണം.
1936 ആയപ്പോഴേക്കും ഫ്രെഡ് ട്രംപ് $3000 മുതൽ $6000 വരെ വിലമതിക്കുന്ന ഇത്തരം 400 വീടുകൾ നിർമ്മിച്ച് FHAക്ക് കൈമാറി. പുട്ടുചുടും പോലെയാണ് അക്കാലത്ത് ഫ്രെഡ് ട്രംപ് വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. അതിലയാളെ സമ്മതിച്ച് പറ്റുമായിരുന്നുള്ളൂ. അത്ര വേഗത്തിലായിരുന്നു ഫ്രെഡ് ട്രംപിന്റെ ഡെലിവറി. ഒരേ സമയം നൂറുകണക്കിന് സൈറ്റുകളിൽ പണി നടക്കുന്നത് സമർത്ഥമായി ഏകോപിപ്പിക്കപ്പെട്ടിരുന്നു. 1938 ബ്രൂക്ലിൻ ഡെയിലി ഈഗിൾ ട്രംപിനെ വീട് നിർമ്മാണ വ്യവസായത്തിലെ ഹെൻറി ഫോർഡ് എന്ന് വിശേഷിപ്പിച്ചു. കാരണം ഹെൻറി ഫോർഡ് കാർ നിർമ്മാണത്തിന് അസംബ്ലി ലൈൻ കണ്ടുപിടിച്ചതുപോലെ വീടുകൾ നിർമ്മിക്കാൻ ട്രംപും സ്വന്തമായ ഒരു അസംബ്ലി ലൈൻ തന്നെ സൃഷ്ടിച്ചിരുന്നു. 1934 മുതൽ 38 വരെ ബ്രൂക്ലിനിൽ 2000 വീടുകളാണ് ഇത്തരത്തിൽ സർക്കാർ സബ്സിഡി ഉപയോഗിച്ച് ഫ്രെഡ് ട്രംപ് നിർമ്മിച്ചത്. ഇതിനിടെ ന്യൂയോർക്കിൽ ഒരു ഡാൻസ് പാർട്ടിക്കിടെ ഫ്രെഡ് ട്രംപ് തന്റെ ഭാവി വധുവിനെ കണ്ടെത്തി. സ്കോട്ട്ലൻഡിൽ നിന്നുള്ള കുടിയേറ്റക്കാരി മേരി ആൻ മക്ലിയോട്. 1936 ജനുവരി 11 ഇവർ വിവാഹിതരായി. അവർക്ക് 5 മക്കൾ ജനിച്ചു. മാരിയാനെ ട്രംപ് ബാരി, ഫ്രെഡ് സി ട്രംപ് ജൂനിയർ, എലിസബത്ത് ജോൺ ഗ്രോ, റോബർട്ട് എസ് ട്രംപ്, പിന്നെ നമ്മുടെ നായകൻ ഡൊണാൾഡ് ട്രംപും. അങ്ങനെയിരിക്കെ രണ്ടാം ലോക മഹായുദ്ധമെത്തി. Yesterday, December 7th, 1941, a date which will live in infamy. പേൾ ഹാർബർ ആക്രമണത്തെയും ജപ്പാനെതിരെ അമേരിക്കയുടെ യുദ്ധപ്രഖ്യാപനത്തെയും തുടർന്ന് ആഭ്യന്തര ഭവന നിർമ്മാണ റെഗുലേഷനുകൾ സർക്കാർ ഉദാരമാക്കി. ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷനിൽ പിടിപാടുണ്ടായിരുന്ന ഫ്രെഡ് ട്രംപിന് തന്നെയാണ് യുദ്ധത്തിൽ പങ്കെടുത്ത് മുറിവ് പറ്റിയ സൈനികർക്കായി വീട് പണിയാനുള്ള കരാറുകൾ ലഭിച്ചത്. പട്ടാളക്കാർക്കായി 1360 വീടുകളും നോർഫോക്കിലെയും വെർജീനിയയിലെ ന്യൂപോർട്ട് ന്യൂസിലെയും പ്രധാന കപ്പൽശാലകൾക്കും പെൻസിൽവാനിയയിലെ ചെസ്റ്ററിന് സമീപം US നാവികസേന ഉദ്യോഗസ്ഥർക്കായി ബാരക്കുകളും പൂന്തോട്ട അപ്പാർട്ട്മെന്റുകളും അദ്ദേഹം നിർമ്മിച്ചു. ഇതിൽ നിന്നെല്ലാമായി ലാഭമായി കിട്ടിയത് $40 മില്യൺ യുദ്ധത്തിന് ശേഷം മടങ്ങിയെത്തിയ സൈനികരുടെ കുടുംബങ്ങൾക്കായി ഇടത്തരം വരുമാനമുള്ള ഭവന നിർമ്മാണത്തിലേക്ക് ട്രംപ് തന്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചു. 1947 മുതൽ 1949 വരെയുള്ള കാലം കൊണ്ട് ബെൻസൺ ഹിൽസിൽ അദ്ദേഹം ഷോർ ഹാവൻ എന്ന ബഹുനില പാർപ്പിട സമുച്ചയം സ്ഥാപിച്ചു. 30 ഏക്കർ പ്ലോട്ടിൽ വിസ്തരിച്ചു കിടന്ന സമുച്ചയത്തിൽ 32 6 നില കെട്ടിടങ്ങളും ഒരു ഷോപ്പിംഗ് സെന്ററും ഉൾപ്പെടുന്നു. ഈ പ്രൊജക്ടിനു വേണ്ടി മാത്രം ഏതാണ്ട് $9 മില്യൺ ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷനിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഫ്രെഡ് ട്രംപിന് നൽകി. 1950 കോണി ഐലൻഡിന് സമീപം 40 ഏക്കറിൽ 23 കെട്ടിടങ്ങളുള്ള ബീച്ച് ഹാവൻ അപ്പാർട്ട്മെന്റുകൾ അദ്ദേഹം നിർമ്മിച്ചു. ഇതിന് അദ്ദേഹത്തിന് FHAയുടെ $16 മില്യൺ ഫണ്ടിംഗ് ലഭിച്ചു. 1945 മുതൽ 1950 വരെയുള്ള 5 വർഷം കൊണ്ട് വൻകിട പാർപ്പിട പദ്ധതികളുടെ ഭാഗമായി ട്രംപ് പണിത അപ്പാർട്ട്മെന്റുകളുടെ എണ്ണം 2700 കവിഞ്ഞു. എന്നാൽ ഇതൊരു അപകടകരമായ പോക്കായിരുന്നു. ട്രംപിന്റെ വളർച്ചയിൽ അസ്വസ്ഥരായ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ന്യൂയോർക്കിലെമ്പാടുമുണ്ടായിരുന്നു. അവർ സ്വതന്ത്ര അന്വേഷണങ്ങൾ നടത്തി. 1954 തുടക്കത്തിൽ പ്രസിഡന്റ് ഡ്വൈറ്റ് സി ഐസൻഹോവറും മറ്റ് ഫെഡറൽ നേതാക്കളും റിയൽ എസ്റ്റേറ്റ് ലാഭം കൊയ്യുന്ന ഫ്രെഡ് ട്രംപ് അടക്കമുള്ളവരെ കൊള്ളലാഭക്കാരായ പെരിച്ചാഴികൾ എന്ന് വിശേഷിപ്പിച്ച് ഒരു അസാധാരണ റൂളിംഗ് തന്നെ പുറത്തിറക്കി. FHAയിലെ ഉദ്യോഗസ്ഥരെ കൈമണിയടിച്ച് സബ്സിഡികൾ നേടിയെടുക്കുന്ന കള്ളക്കളി അതോടെ നിലച്ചു. അതേ വർഷം ഗവൺമെന്റ് കരാറുകളിൽ നിന്ന് ലാഭം കൊയ്യുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന 35 നഗരനിർമ്മാണ മാഫിയകളുടെ പട്ടികയിൽ ന്യൂയോർക്ക് ടൈംസ് ട്രംപിനെ ഉൾപ്പെടുത്തി. ഇതിനിടെ ഫെഡറൽ ഹൗസിംഗ് അഡ്മിനിസ്ട്രേഷനെ പറ്റിച്ച് തന്നെ ഏതാണ്ട് $100 മില്യൺ ഫ്രെഡ് ട്രംപ് നേടിക്കഴിഞ്ഞിരുന്നു. ഇന്നത് ഏതാണ്ട് $1.5 ബില്യൺ വരും. 1961 ന്യൂയോർക്ക് മേയർ റോബർട്ട് എഫ് വാഗ്നർ ജൂനിയറിന്റെ റീഇലക്ഷൻ പ്രചാരണത്തിന് ട്രംപ് $2500 സംഭാവന ചെയ്തു. ഇത് കോണി ഐലൻഡിലെ ഒരു വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയമായ ട്രംപ് വില്ലേജിന്റെ നിർമ്മാണത്തിന് അനുകൂലമായ അനുമതികൾ നേടിയെടുക്കാൻ അയാളെ സഹായിച്ചു. 1964 $70 മില്യൺ ചെലവിട്ടാണ് ട്രംപ് ഈ പദ്ധതി പൂർത്തിയാക്കുന്നത്. ട്രംപിന്റെ ഏറ്റവും വലുതും അവസാനത്തേതുമായ പ്രധാന പദ്ധതികളിലൊന്നായിരുന്നു അത്. അദ്ദേഹത്തിന് പേര് വഹിക്കുന്ന ഒരേയൊരു പദ്ധതി. ഇക്കാലത്തിനിടയ്ക്ക് ബ്രൂക്ലിൻ, കോണി ഐലൻഡ്, ബേഴ്സൺഹേഴ്സ്റ്റ്, ഷീപ്സ് ഹെഡ് ബേ, ഫ്ലാറ്റ് ബുഷ്, ബ്രൈറ്റൺ ബീച്ച് എന്നിവയടങ്ങുന്ന ബ്രൂക്ലിൻ പ്രദേശത്തും ഫ്ലഷിംഗ്, ജമൈക്ക എസ്റ്റേറ്റുകൾ അടങ്ങുന്ന ക്വീൻസിലുമായി ന്യൂയോർക്ക് നഗരത്തിൽ 27,000-ലധികം താഴ്ന്ന വരുമാനമുള്ള അപ്പാർട്ട്മെന്റുകളും റോ ഹൗസുകളും ഫ്രെഡ് ട്രംപ് നിർമ്മിച്ച് കൈമാറിയിട്ടുണ്ട് എന്നാണ് കണക്ക്. 1966 അമിത ലാഭമുണ്ടാക്കിയതിന് ട്രംപിനെതിരെ വീണ്ടും അന്വേഷണം നടന്നു. ഇത്തവണ ന്യൂയോർക്ക് സ്റ്റേറ്റ് അതോറിറ്റി ആയിരുന്നു അന്വേഷകർ. ഒരു സംസ്ഥാന ഭവന പദ്ധതിക്കായി ട്രംപിന്റെ കമ്പനിയാണ് നിർമ്മാണ സാമഗ്രികൾ വാടകയ്ക്ക് നൽകിയത്. ഉപകരണ വാടകയിൽ അദ്ദേഹം $5,98,000 അമിത ലാഭം നേടിയെന്നും വാടക പെരുപ്പിച്ച് കാണിക്കുകയാണെന്നുമായിരുന്നു പരാതി. 1966 ജനുവരി 27 ഫ്രെഡ് ട്രംപ് കോടതിയിലെത്തി താൻ വ്യക്തിപരമായ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സത്യവാങ്മൂലം നൽകി. ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായില്ല. പകരം സംസ്ഥാനത്തിന്റെ ഭവന പദ്ധതിക്ക് കർശനമായ ഭരണ പ്രോട്ടോകോളുകളും ഉത്തരവാദിത്വവും ആവശ്യമാണെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസുകളുടെ എല്ലാം ഫലമായി 1966 മാർച്ച് 31 ട്രംപിനെ FHAയുടെ പട്ടികയിൽ നിന്നും മറ്റ് സർക്കാർ സ്വകാര്യ പാർട്ണർഷിപ്പ് പദ്ധതികളിൽ നിന്നും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. What is the secret of your success? There is no secret. There are just two things. One, you must like what you do. You must pick out the right business or profession.
ഇതുകൊണ്ടൊന്നും കറുത്ത കുതിരയായ ഫ്രെഡ് ട്രംപിനെ പിടിച്ചുകെട്ടാനായില്ല. ബിനാമി പേരുകളിൽ സർക്കാർ പദ്ധതികൾ അടിച്ചുമാറ്റി കോടിക്കണക്കിന് ഡോളർ അയാൾ പിന്നെയും ഉണ്ടാക്കി. പാർക്കുകൾ, ഭവന പദ്ധതികൾ, പൂന്തോട്ടങ്ങൾ, സ്മാരകങ്ങൾ, ലൈബ്രറികൾ, സർക്കാർ സമുച്ചയങ്ങൾ എല്ലാം പണിതു. എല്ലാത്തിലും കൈയിട്ട് വാരി. ന്യൂയോർക്ക് നിവാസികൾ അയാൾക്ക് ആ പേര് ഉറപ്പിച്ച് പതിച്ചു നൽകി. ന്യൂയോർക്കിലെ പെരിച്ചാഴി ഫ്രെഡ്. സകലത്തിലും കള്ളപ്പണിയായിരുന്നു. അതിന് തക്കവണ്ണം കേസുകളും. നൂറുകണക്കിന് അന്വേഷണങ്ങൾ ഫ്രെഡ് ട്രംപ് നേരിട്ടു. കറുത്ത വർഗ്ഗക്കാർക്ക് ട്രംപ് അപ്പാർട്ട്മെന്റുകൾ നിഷേധിക്കുന്നുവെന്നാരോപിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് കേസ് വരെയുണ്ടായി. ഈ കേസിൽ പിഴയടച്ച് തടിയൂരി. എന്നാൽ പിന്നീടും തന്റെ അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ട്രംപ് കറുത്ത വർഗ്ഗക്കാരെ അകറ്റി നിർത്തി. അപ്പാർട്ട്മെന്റുകളുടെ ഡൗൺ പേയ്മെന്റ് ഒറ്റയടിക്ക് $500 വർദ്ധിപ്പിക്കുകയായിരുന്നു ഇതിനയാൾ കണ്ടെത്തിയ സൂത്രം. ട്രംപിന്റെ വുഡ്ഹാവൻ അപ്പാർട്ട്മെന്റുകളിലും നോർഫോക്ക് ടവറിലും നിറയെ പെരിച്ചാഴികളാണെന്ന് പറഞ്ഞ് താമസക്കാർ മറ്റൊരു കേസ് നൽകി. വാടക നൽകാതെ 2 മാസത്തെ നിസ്സഹകരണ സമരമായിരുന്നു. ഗുണ്ടകൾ ഉപയോഗിച്ച് ക്രൂരമായാണ് ഈ സമരത്തെ ഫ്രെഡ് ട്രംപ് നേരിട്ടത്. പക്ഷേ ഈ കേസിൽ ഫ്രെഡ് ട്രംപ് അറസ്റ്റിലായി. $1000 ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇത്തരം കൊടുമകളെല്ലാം ചെയ്യുന്നവർ സാധാരണയായി കയറിപ്പറ്റുന്ന ലിസ്റ്റുണ്ട്. ഫോബ്സ് 400 ലിസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ധനികരായ 400 പേരിൽ ഒരാളായി. 1982 ഫോബ്സ് 400 ലിസ്റ്റിൽ ഫ്രെഡ് ട്രംപ് സ്ഥാനം പിടിച്ചു. $300 ബില്യൺ ആസ്തി. ഇന്നത്തെ കണക്കിൽ $2 ബില്യൺ. 1999 ജൂൺ 25-ന് 95-ാം വയസ്സിലാണ് ഫ്രെഡ് ട്രംപ് മരിക്കുന്നത്. അതിനിടെ നമ്മുടെ കഥാനായകൻ ഡൊണാൾഡ് ട്രംപ് അച്ഛന്റെ ബിസിനസ് ഏറ്റെടുത്ത് ഒരു ലെവലിലാക്കിയിരുന്നു. ഇനി അതിലേക്കാണ്